നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് മാസത്തെ ആയില്യ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ചു നോക്കാം. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വക്ഷേത്ര ബലവാനാണ് ചന്ദ്രൻ. അതിനോട് ചേർന്ന് കർക്കിടകൻ രാശി തന്നെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യാധിപതി വന്നത് കാരണം കൊണ്ട് കുഴപ്പമില്ല. ജന്മരാമവനെ ദുഃഖം എന്ന് പറയുന്നൊരു യോഗം ഉള്ളത് കാരണം കൊണ്ട് ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോയ രീതിയിൽ ഒരു കാര്യവും കൃത്യമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യണം എന്ന് ഒരു വ്യക്തത ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഭാഗ്യാധിപതി ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഭാഗ്യവർദ്ധനവിന് യോഗമുണ്ട്. അതേപോലെ തന്നെ ധനാധിപതി നിപുണായോഗം ചെയ്ത ലഗ്നത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ ലഗ്നത്തിലാണ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ പെട്ടെന്ന് ദേഷ്യം വരെ എടുത്തിച്ചാട്ടം പോലെയുള്ള കാര്യങ്ങൾ, ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അഗ്നികാരകനായിരിക്കുന്ന സൂര്യനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം, ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് ചിന്തിക്കാതെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എടുത്തിയാട്ടം കൂടി തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്വഭാവം ഉള്ളത് കാരണം 10 രൂപ ചിലവാക്കേണ്ട സ്ഥലത്ത് 20 രൂപ ചിലവാക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ 12ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. കർമാധിപതി 12ായത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥാനചലനത്തിന് ഈ മാസത്തിൽ യോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്നൊരു ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൂടായില്ല. അത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ലഗ്നത്തിൻ്റെ 2ൽ ഘടകാരകനായിരിക്കുന്ന കേതുവാണ്. സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാനും നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനും സാധ്യതയുണ്ട്. 4ാം ഭാവാധിപതിക്ക് നീചാവസ്ഥ വന്നു. അപ്പോൾ കുടുംബ സംബന്ധമായിട്ട് വീട് വിട്ട് നിൽക്കുക, വീട്ടിൽ നിൽക്കുമ്പോഴും അത്ര ഗുണമില്ലാതിരിക്കുന്ന ഒരവസ്ഥ, അതായത് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ. കാരണം ശുക്രനെ 4ാം ഭാവാധിപതിയാണെങ്കിലും ഭാതകാധിപതിയായി നിൽക്കുന്ന ശുക്രനെ ശനി ദൃഷ്ടി ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ ശനിയുടെ ദൃഷ്ടി ശനി എന്ന് പറയുമ്പോൾ ഒരു സന്യാസ യോഗമാണ്. അപ്പോൾ അതുകൊണ്ട് ദാമ്പത്യ സുഖക്കുറവ് അനുഭവപ്പെടുക. ഇപ്പം വിവാഹമൊക്കെ ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് കാലതാമസം വരിക. ഈ സമയത്ത് നമുക്ക് യോഗം പറയാൻ പറ്റില്ല എന്ന് പറയുന്നൊരവസ്ഥ. പിന്നെ നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. പൂർവികമായിട്ട് ഉപാസിച്ച് വന്നിരുന്ന ആരാധനയൊക്കെ മുടങ്ങിപ്പോയതിൻ്റെ ഒരു ദോഷം ഉണ്ടാക്കൊണ്ട് നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കണ്ണ്, ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥയ്ക്ക് യോഗമുള്ള സമയമാണ്. അതുകൊണ്ടൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ വിഷ്ണുക്ഷേത്രം നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന, ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം ഭാഗ്യസൂക്താർച്ചന, നെയ്വിളക്ക്, ഗണപതി ഹോമം, ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം. ഭാഗ്യസ്ഥാനത്ത് അലസപ്രേക്ഷ നിര്യാണകാരകനായിരിക്കുന്ന ശനിയാണ് നിൽക്കുന്നത്. അപ്പം ഭാര്യയിൽ നിന്നും ഭാര്യ കുടുംബക്കാരിൽ നിന്നൊക്കെയുള്ള സാമ്പത്തികമായ സഹായങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടാനായിട്ട് യോഗമുള്ളൊരു സമയമാണ്. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള പ്രാർത്ഥന ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. നല്ല പ്രാർത്ഥന ഉണ്ടാകണം. ക്ഷേത്ര ദർശനം നടത്താനും ശ്രദ്ധിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.